പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ പ്രതീക്ഷയർപ്പിച്ച വ്യാവസായിക ലോകം 3806 കോടി രൂപ ചെലവഴിച്ചാണ് കേന്ദ്ര സർക്കാർ പാലക്കാട് വ്യാവസായിക സ്മാർട്ട് സിറ്റി നടപ്പാക്കുന്നത്. വികസനത്തിൽ മോദി സർക്കാർ കേരളത്തിനും പാലക്കാടിനും ഒപ്പമുണ്ടെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്ന് BJP പറഞ്ഞു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. 1710 ഏക്കറിലാണ് പദ്ധതി വരുന്നത്. 51,000 തൊഴിലവസരങ്ങൾ പദ്ധതി സൃഷ്ടിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ അതിൽ ഒന്നായാണ് പാലക്കാടിനെ പ്രഖ്യാപിച്ചത്. വ്യവസായ ഇടനാഴിയുമായി ബന്ധിപ്പിച്ചാണ് പുതിയ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ തുടങ്ങുന്നത്. പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി 3806 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. പാലക്കാട്, പുതുശ്ശേരി, കണ്ണമ്പ്ര എന്നിവിടങ്ങളിലായി 1710 ഏക്കർ ഭൂമിയിലാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുക. 8729 കോടിയുടെ നിക്ഷേപവും 51,000 പേർക്ക് തൊഴിലുമാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപനത്തോടുകൂടിയിട്ട് കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് ഒരു പുതുജീവൻ കൈവരാൻ പോവുകയാണ്. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ വ്യവസായ രംഗത്തിന് ഒരു കുതിച്ചുചാട്ടം ഈ പ്രഖ്യാപനത്തോടുകൂടി ഉണ്ടാവുകയാണ്. ഈ വ്യവസായ സ്മാർട്ട് സിറ്റി വരുന്നതോടുകൂടിയിട്ട് നിരവധി വലിയ വ്യവസായങ്ങൾ പാലക്കാടും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ കോറിഡോർ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം വരും. എന്തായാലും മോദി സർക്കാർ പാലക്കാടിനെയും കേരളത്തെയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ അടുത്ത ഉദാഹരണം കൂടിയാണിത്. റബ്ബർ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഔഷധ നിർമ്മാണത്തിനായുള്ള രാസവസ്തുക്കൾ, സസ്യോൽപ്പന്നങ്ങൾ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഹൈടെക് വ്യവസായം എന്നീ മേഖലകൾക്കാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകുക. ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റിയാണ് പാലക്കാട് വരിക. ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. റോഡ്, റെയിൽ, വ്യോമഗതാഗത മാർഗങ്ങളും കൊച്ചി തുറമുഖവും അധികം അകലെയല്ലാതെയുള്ളതും പാലക്കാടിന് അനുകൂല ഘടകമാണ്. വ്യവസായ സൗഹൃദമല്ല കേരളമെന്ന കുപ്രസിദ്ധി നിലനിൽക്കെ കേന്ദ്ര സർക്കാർ വമ്പൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് വ്യവസായ ലോകം കാണുന്നത്. സംസ്ഥാനത്തെ വ്യവസായ കുതിച്ചുചാട്ടത്തിന് തന്നെ ഇത് വഴിവെക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.